ഓരോ ഗോളും ഒരു ആഘോഷമാണ്. എന്നാൽ ചില ഗോളുകൾ ചരിത്രം തന്നെ മാറ്റിയെഴുതും. ലോകകപ്പിൽ അത്തരമൊരു ചരിത്രം സൃഷ്ടിക്കുന്ന താരത്തിനുള്ള അംഗീകാരമാണ് ഗോൾഡൻ ബൂട്ട്. ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ വ്യക്തിഗത പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട്. ഓരോ ലോകകപ്പിലും ആരാധകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തിഗത പോരാട്ടങ്ങളിലൊന്നാണിത്. 1930 ആദ്യ ലോകകപ്പ് നടന്നതു മുതൽ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അക്കാലത്ത് ഇവർക്ക് പ്രത്യേക ട്രോഫികളൊന്നും നൽകിയിരുന്നില്ല. 1982 സ്പെയിൻ ലോകകപ്പിലാണ് ടോപ്പ് സ്കോറർക്ക് ആദ്യമായി ഔദ്യോഗികമായ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയത്. കായിക ബ്രാൻഡായ അഡിഡാസുമായി ചേർന്നാണ് ഫിഫ ഇത് സ്പോൺസർ ചെയ്തത്. അന്ന് ഗോൾഡൻ ഷൂ എന്നായിരുന്നു ഇതിന്റെ പേര്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ് മുതലാണ് ഇതിന്റെ പേര് ഔദ്യോഗികമായി ഗോൾഡൻ ബൂട്ട് എന്ന് മാറ്റിയത്. റണ്ണറപ്പിന് സിൽവർ ബൂട്ടും മൂന്നാം സ്ഥാനക്കാരന് ബ്രോൺസ് ബൂട്ടും നൽകുന്നു. ഒന്നിലധികം കളിക്കാർ ഒരേ എണ്ണം ഗോളുകൾ നേടിയാൽ കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ ആൾക്ക് പുരസ്കാരം ലഭിക്കും. അതും തുല്യമായാൽ ഏറ്റവും കുറഞ്ഞ മിനിറ്റുകൾ മാത്രം കളിച്ച താരത്തെ വിജയിയായി പ്രഖ്യാപിക്കും. 1930 മുതൽ നടന്ന ലോകകപ്പുകളിൽ നിന്നായി ഇതുവരെ 30ഓളം കളിക്കാർ ടോപ്പ് സ്കോറർമാർക്കുള്ള ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. ചില ലോകകപ്പുകളിൽ ഒന്നിലധികം കളിക്കാർ സംയുക്തമായി ഈ നേട്ടം പങ്കിട്ടിട്ടുണ്ട്. 1962 6 കളിക്കാരും 1994 2 കളിക്കാരും ഒരേപോലെ ടോപ്പ് സ്കോറർമാരായി. ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ റെക്കോർഡ് ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടെയിന്റെ പേരിലാണ്. 1958 ലോകകപ്പിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയത് 13 ഗോളുകളാണ്. ഫിഫ ലോകകപ്പിലെ ആദ്യത്തെ ഔദ്യോഗിക ഗോൾഡൻ ഷൂ പുരസ്കാരം നേടിയത് ഇറ്റലിയുടെ ഇതിഹാസ താരം പൗലോ റോസിയാണ്. 1982 സ്പെയിനിൽ നടന്ന ലോകകപ്പിൽ 6 ഗോളുകൾ നേടിയാണ് അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത്. ആ വർഷം ഇറ്റലിയെ ലോക കിരീടത്തിലേക്ക് നയിച്ചതും റോസിയുടെ മികച്ച പ്രകടനമായിരുന്നു. എന്നാൽ ഈ പുരസ്കാരത്തിന് ഔദ്യോഗികമായി ഗോൾഡൻ ഷൂ എന്ന് പേരിടുന്നതിന് മുൻപുള്ള ചരിത്രം പരിശോധിച്ചാൽ അർജന്റീനയുടെ ഗില്ലർമോ സ്റ്റാബിൽ ആദ്യ ലോകകപ്പിൽ 8 ഗോളുകൾ നേടിയിരുന്നു. പിന്നീട് ഫിഫ മുൻകാല ടോപ്പ് സ്കോറർമാരെയും ഈ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെടുത്തി അംഗീകരിക്കുകയായിരുന്നു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ നിലവിൽ വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡ് മറികടന്ന് അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയും കുതിക്കുകയാണ്. ഗോൾഡൻ ബൂട്ട് ഒരു മികച്ച ഗോൾ വേട്ടക്കാരനുള്ള അംഗീകാരം മാത്രമല്ല, ലോകകപ്പ് ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്താനുള്ള അപൂർവ അവസരവുമാണ്. പൗലോ റോസി, റൊണാൾഡോ, മിറോസ്ലാവ് ക്ലോസെ, ലയണൽ മെസ്സി, ഹാരി കെയ്ൻ, കിലിയൻ എംബാപ്പെ തുടങ്ങിയ ഇതിഹാസങ്ങൾ ഈ പുരസ്കാരത്തിലൂടെ ലോക ഫുട്ബോളിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു. അതേസമയം ഒരു ലോകകപ്പിൽ 13 ഗോളുകൾ നേടിയ ജസ്റ്റ് ഫോണ്ടെയിന്റെ അതുല്യ റെക്കോർഡ് ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നേട്ടങ്ങളിലൊന്നായി തുടരുന്നു. ലോകകപ്പിൽ ഓരോ ഗോളും ഒരു സ്വപ്നത്തിന് ജീവൻ നൽകുന്നു. ചിലത് ടീമിനെ വിജയത്തിലേക്ക് നയിക്കും, ചിലതൊരു രാജ്യത്തെ ആഘോഷത്തിലാഴ്ത്തും. എന്നാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ലോകത്തിന്റെ നെറുകയിലെത്തുന്ന ഒരേ ഒരു താരത്തിനാണ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാകുന്നത്. അത് വെറും ഒരു പുരസ്കാരമല്ല, ഫുട്ബോൾ ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതപ്പെടുന്ന ഒരു മഹാ അധ്യായമാണ്. ലോകകപ്പുകൾ മാറാം, ചാമ്പ്യന്മാർ മാറാം, പക്ഷേ ഗോൾഡൻ ബൂട്ട് ജേതാക്കൾ ചരിത്രത്തിൽ എന്നും അമരന്മാരായിരിക്കും. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.